നമസ്കാരം, എല്ലാവർക്കും സിമിസ് യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മെഴുക്കുവരട്ടിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. ഇത് ഞാൻ മത്തങ്ങയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് മത്തങ്ങ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ പീസല്ല, ചെറിയ പീസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ചു. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വലിയ സവാളയാണ് എടുത്തത്. ചെറിയ സവാളയാണെങ്കിൽ 2 എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇടുകയാണ്. നല്ലോണം ചൂടായിട്ടുണ്ട് എണ്ണ. ഞാനത് ഇളക്കുകയാണ്. സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഉള്ളി ചേർക്കാം കേട്ടോ. അത്യാവശ്യം എരിവുണ്ട്. ഒട്ടും എരിവ് വേണ്ടാന്നുള്ളവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി. അപ്പം നമുക്ക് ഈ സമയം കറിവേപ്പില ചേർക്കാം കേട്ടോ. പക്ഷെ അപ്പം നമുക്ക് ഈ വീഡിയോ കാണാനൊരു ഭംഗി കാണത്തില്ല, അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും ചേർക്കാം കേട്ടോ. പൊടി ഒന്ന് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കഷ്ണം 2 കപ്പ് മത്തങ്ങ, 2 ഉരുളക്കിഴങ്ങ്, ഇതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം ഇറങ്ങി മത്തങ്ങയുടെ വെള്ളം ഇറങ്ങിയിട്ട് വേവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. മത്തങ്ങയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ മൂടി വെച്ച് പതുക്കെ കുക്ക് ചെയ്യുന്നത്. പകുതിയെ കുക്കായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. അടിപൊളി മെഴുക്കുവരട്ടിയായിട്ട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ പറ്റിയതാണ്. എരിവ് നല്ല ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇതുപോലെ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സമയം ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇത് ഓപ്ഷനിലാണ്.
അപ്പം ചോറിനൂടെ കഴിക്കാൻ നല്ല രസമാണ്, കഞ്ഞിയോടൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതിനോട് ചേർത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുറിച്ചിങ്ങനെ ഇടാണ്. ഇതുപോലെ ഒന്നിങ്ങനെ മുറിച്ച് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് പച്ചമുളക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പച്ചമുളക് ഒന്ന് വാടിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. സവാളയും മത്തങ്ങായും കിഴങ്ങും ഒക്കെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങി. ഇനി നമുക്കൊന്ന് തുറന്നിട്ടൊന്ന് തോർത്തിയെടുക്കാം. തേങ്ങായ ഉരുളക്കിഴങ്ങും ചേർന്ന മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായ മെഴുക്കുവരട്ടിയാണ്. ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ സിമ്പിളായിട്ട് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്.